പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾ കുറച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാം. തുടക്കത്തിൽ വളരെ നല്ല രീതിയിൽ സ്നേഹിച്ച് ഒരുപാട് നേരം സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവരെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാനൊക്കെ സമയം കണ്ടെത്തിയിരുന്ന ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു മെസ്സേജിന് മറുപടി അയക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥ, അത് നോക്കാത്ത അവസ്ഥ, കുറ്റം പറയുന്ന അവസ്ഥ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കുറ്റം കണ്ടെത്തി നീ പോവുകയാണെങ്കിൽ പോയിക്കോ, എനിക്ക് വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാം. പല വ്യക്തികളും ഈ തുടക്കത്തിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നല്ല ആത്മാർത്ഥതയിലായിരിക്കും സ്നേഹിക്കുന്നത്. മറ്റേ വ്യക്തിയും അപ്പോൾ ആത്മാർത്ഥത ഉണ്ടെങ്കിലും അത് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥത ആയിരിക്കില്ല. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ അവർ വിട്ടുപോകുന്നത്. പക്ഷേ ഈ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിക്ക് വിട്ടുപോകാൻ കഴിയേയില്ല. മറ്റാൾ വിട്ടുപോകുമ്പോൾ ഇയാൾക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. ശരിയായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ, അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർന്ന് നമ്മൾ മനസ്സ് തുറക്കുമ്പോഴേക്കും, കണ്ണ് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് തുറക്കുമ്പോൾ ആദ്യം വരുന്ന ചിന്ത അതിനെക്കുറിച്ചുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു സമയത്ത് പോലും ആ ചിന്തയിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ല. മാനസികമായി നമ്മൾ തളരും. അതോടുകൂടി ശാരീരികമായും നമ്മൾ തളരാൻ തുടങ്ങും. ഡിപ്രഷനും മറ്റ് അസുഖങ്ങളിലേക്കും ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വശ്യകർമ്മങ്ങൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനൊരു പ്രതിവിധി. അതല്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ള ആളുകളിലേക്ക് പോയിട്ട് പിന്നെ നമ്മളിൽ നിന്ന് പൂർണ്ണമായി അകന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരുപാട് ഇഷ്ടമുണ്ട്, അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ് മുന്നിലുള്ളതെങ്കിൽ ഇത് ചെയ്യുകയാണ് അതിന് ഏറ്റവും നല്ലൊരു വഴി. അത് കൃത്യമായിട്ട് അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അത് പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലം കിട്ടും. ചില ആളുകൾക്ക് അവരുടേതായ ജീവിതത്തിൽ മറ്റു പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് ചില ആളുകൾക്ക് അതിന് താമസം നേരിടും. ചില ആളുകൾക്ക് 1 മാസം അല്ലെങ്കിൽ 45 ദിവസം അല്ലെങ്കിൽ 3 മാസം വരെ പിടിക്കാം. അത് ഓരോരുത്തർക്കുണ്ടാവുന്ന അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും ഇടപെട്ടതിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ കൊണ്ടാണ്. പക്ഷെ അത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അതിന് എങ്ങനെ ചെയ്യണം എന്താണെന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ അവസാനത്തിൽ ആ വാട്സാപ്പിൽ നിങ്ങൾക്കതിന് വേണ്ടി മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കുക, ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തിരിച്ച് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരാൻ തുടങ്ങും. നിങ്ങളുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനും മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ ഒഴിഞ്ഞു പോയിട്ട് നിങ്ങൾ പഴയ രീതിയിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. പിന്നെ മറ്റൊരു വ്യക്തിയിലേക്ക് പോകാതെ നിങ്ങളുടെ കൂടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അതാണ് ഇത് ചെയ്താൽ കിട്ടുന്നൊരു ഗുണം. പക്ഷെ അതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. അത് ചെയ്താൽ പൂർണ്ണമായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുക തന്നെ ചെയ്യും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. എന്നിട്ട് അത് മനസ്സിലാക്കി അതുപോലെ ചെയ്ത് സന്തോഷമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.